കണ്ണു വെച്ചിട്ട് അങ്ങനെയൊന്നും ദേവേട്ടനൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ദേവേട്ടൻ എനിക്ക് തോന്നുന്നു ഇതോടുകൂടി ഒരു കോമഡി ആക്ടറായി മാറുമോ എന്നൊരു സംശയമുണ്ട്. അതിപ്പോ പറയാൻ പറ്റില്ല. റിയാസ് ബൈനെ ഒരു വില്ലനായിട്ടാണോ എന്തായിട്ടായിരിക്കും ദിലീപേട്ടന്റെ മനസ്സിൽ വരുന്നത്? കാരണം നമുക്ക് ഇപ്പൊ അറിയുമ്പോ ഭയങ്കര ക്യൂട്ട് സ്വീറ്റ് ആയിട്ട് എന്റെ മനസ്സിൽ നല്ലൊരു ഹ്യൂമൻ ബീങ്. എന്നെ എത്ര വർഷങ്ങളായിട്ട് അറിയാം. എന്നെ എത്രയോ ഞങ്ങൾ ഒരുമിച്ച് എത്രയോ സിനിമകൾ ചെയ്തിട്ടുണ്ട്. 2 കൺട്രീസിലൊക്കെ വിളിക്കുന്ന ദിലീപേട്ടനാണ്. കാരണം അതിനകത്ത് മറ്റേ അതെന്താ റിയാസ് ബൈനെ വിളിച്ചത്? എന്താ അറിയോ, നമുക്ക് അതുപോലത്തെ രൂപമുള്ള ഒരാളായിരിക്കണം. അല്ല മീൻസ് നല്ല ഫിസിക്കും ഇതൊക്കെ ആയിട്ട് വരുന്ന ഒരാള്. പിന്നെ മാത്രല്ല അയ്യോ എനിക്ക് അത്രയും ഇതായിട്ടുള്ള ഒരു വേഷമാണ് ഞാനില്ല. കാരണം കുറച്ച് നേരമുള്ള ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആണ്. അപ്പം എപ്പോഴും നമ്മളോട് നിങ്ങളുടെ സിനിമയിൽ എന്ത് വേഷം എന്നെ വിളിച്ചേക്കണം, ഞാൻ വന്നിരിക്കും. അങ്ങനെ ഒരു വേർഡ് പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ സിനിമയിൽ ഒരുപാട് സിനിമയിൽ വന്ന് അതിനെ സഹായിച്ചിട്ടുണ്ട്. ശൃംഗാരവേലൻ അല്ല, ശൃംഗാരവേലല്ല, മായാമോഹിനി കാണുന്നത്. അതിനു വേണ്ടി വന്നത് മൊത്തം ഈ സ്ത്രീകളുമായിട്ടുള്ള അതിന് മനസ്സിലായില്ല. ഇൻസ്റ്റാഗ്രാം മാനേജ് ചെയ്ത് മൊത്തത്തിൽ ഒരു ചെറിയൊരു ശൃംഗാരം കിടക്കുന്ന ഏരിയാസിലാണ് റിയാസ് ബൈ വരുന്നത്. ശരിക്കും റൊമാൻറ്റിക് ആണോ ഏട്ടാ? ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആണ്. ഏറ്റവും അത് റൊമാൻറ്റിക്. മീശൊന്നും വെക്കാത്തതാ, കാരണം പ്രായം പിടിക്കും. അതിന് ഒരുപാട് 2 ദിവസം ഷേവ് അല്ലെങ്കിൽ ഫുൾ നരയണം. അതൊന്നും പറയരുത്, ഇതില് വരും, അത് വരും.